ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് രാമായണത്തിലെ ഒരു കുഞ്ഞു കഥ പറഞ്ഞു തരാം. ഒരിക്കൽ ഹനുമാൻ സീതാദേവി നെറ്റിയിൽ സിന്ദൂരം ചാർത്തുന്നത് കണ്ടു. അപ്പോൾ ഹനുമാൻ ചോദിച്ചു, സീതാമാതാ, എന്തിനാണ് സിന്ദൂരം നെറ്റിയിൽ ചാർത്തുന്നത്? ഹനുമാന്റെ ജിജ്ഞാസയോടെയുള്ള ചോദ്യം കേട്ട സീതാദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശ്രീരാമന്റെ ദീർഘായുസ് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ സിന്ദൂരം ചാർത്തുന്നത്. ഇത് കേട്ടതും ഹനുമാൻ തന്റെ ശരീരം മുഴുവനും സിന്ദൂരം വാരിപ്പൂശി. അപ്പോൾ ശ്രീരാമൻ വളരെ സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം ഹനുമാനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ സ്നേഹവും ഭക്തിയും എന്നെ അത്ഭുതപ്പെടുത്തി. ഇനി മുതൽ നീ ബജ്രംഗ് ബലി എന്നും അറിയപ്പെടും. ബജ്രംഗ് ബലി എന്ന വാക്കിലെ ബജ്രംഗ് എന്നാൽ ഓറഞ്ച് കളർ എന്നാണ് അർത്ഥം. ബജ്രംഗ് ബലി എന്നാൽ വജ്രം പോലെയുള്ള ശരീരം ഉള്ളവൻ എന്നും ഒരർത്ഥമുണ്ട്. ഒരിക്കൽ ഹനുമാൻ കുഞ്ഞായിരിക്കുമ്പോൾ സൂര്യനെ കണ്ട് മാമ്പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് അത് പറിക്കാനായി സൂര്യന്റെ അടുത്തേക്ക് കുതിച്ചു. ഇത് കണ്ട് ഇന്ദ്രൻ തന്റെ വജ്രായുധവും കൊണ്ട് ഹനുമാനെ ആക്രമിച്ചു. ഹനുമാന്റെ താടിയിൽ തട്ടി വജ്രായുധത്തിന് നാശം സംഭവിച്ചും അതിനാൽ വജ്രം പോലെ ദൃഢമായ ശരീരമുള്ളതുകൊണ്ടും ബജ്രംഗ് ബലി എന്ന് ഹനുമാനെ വിളിക്കുന്നു എന്നൊരു കഥ കൂടിയുണ്ട്. ഹനുമാന്റെ ഈ കഥ ഇഷ്ടായോ? എല്ലാവരും അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തണേ. നന്ദി. ഹരേ കൃഷ്ണ.